രഘുനാഥ് ചൈതന്യയിലേക്ക് പോവുകയാണ്. രഘുനാഥ് ചൈതന്യ, ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എപ്പോഴും രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾക്കെതിരെ വളരെ കൃത്യമായി നിലപാടെടുക്കുക സ്വാഭാവികം. അതിനെ പ്രതിരോധിക്കാൻ ആ പാർട്ടിയിൽ നിന്നുള്ളവർക്ക് തന്നെ സാധിക്കുന്നില്ല. ഈ കെ സി വേണുഗോപാലൊക്കെ അങ്ങേയറ്റം വലിയൊരു പ്രസ്താവനയൊക്കെ ഇറക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങ് സൈനികനാണ്, പക്ഷേ ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില വിമർശനങ്ങൾ ഒരു രാജ്യവിരുദ്ധതയുടെ സ്വഭാവം കൂടി കൈവരിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യം ഞാൻ അങ്ങയിലേക്ക് വരുന്നത്. ശ്രീ രഘുനാഥ് ചൈതന്യ. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ജയറാം രമേശിന്റെ ഇപ്പോഴത്തെ ഒരു ചോദ്യം, യുദ്ധം എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നതിന്റെ പുറകിൽ വലിയൊരു രഹസ്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പൊടുന്നനെ യുദ്ധം നിർത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സ് കിരണ ഹിൽസിൽ വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തി. അവിടെ ന്യൂക്ലിയർ സംവിധാനം ഉണ്ടായിരുന്നു. അതിനുശേഷം IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷന്റെ ആളുകൾ അവിടെ വന്ന് പരിശോധന നടത്തിയതും വളരെ രഹസ്യമായിട്ട് അമേരിക്കയുടെ വിമാനങ്ങൾ അവിടെ വന്ന് പറന്നതും നടപടി എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു വലിയൊരു ന്യൂക്ലിയർ ലീക്കിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് യുദ്ധം പെട്ടെന്ന് നിർത്തേണ്ടി വന്നത് എന്നുള്ളത് നമുക്കും അവിടേക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോകുമെന്ന് സംശയിക്കപ്പെട്ടത്. ഇനി ഇതിനകത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 2008 മുമ്പുള്ളത് വിട്. 2008 രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ ചൈനയിൽ പോയിട്ട് അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി 2008 ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ഈ MOU സൈൻ ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്പർ 1. നമ്പർ 2, 2009-നും 2013-നും ഇടയ്ക്ക്, 2008 ഇത് സൈൻ ചെയ്തതിന് ശേഷമാണെന്ന് ഓർക്കണം, 2009-നും 2013-നും ഇടയ്ക്ക് 11 ഇന്ത്യയുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ആത്മഹത്യയായിട്ട് സ്ഥിരീകരിച്ചതോ അല്ലെ ഇത് കണ്ടുപിടിക്കാനോ സാധിക്കാത്ത രീതിയിൽ അതിനെ തെളിവുകൾ പോലും നശിപ്പിക്കട്ടെ. ബാംഗ്ലൂരിൽ തീ പിടിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു ലാബിൽ തീ പിടിച്ചിട്ടാണ് രണ്ടുപേരും മരിച്ചു പോയത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഒരു കൈലാസ മാനസരോവർ യാത്ര വളരെ വിശ്വവിഖ്യാതമായ ഒരു യാത്രയായിരുന്നു. കാരണം ചാനലുകളെല്ലാം അതിനെ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടി. ആ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ കൈലാസം വരെയോ മാനസരോവർ വരെയോ പോയിട്ടില്ല. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അവർ തിരിച്ചു പോന്നു. ആ യാത്രയിൽ 2 ചൈനീസ് മന്ത്രിമാരെ ഇദ്ദേഹം കണ്ടു എന്നുള്ളതും വളരെ വ്യക്തമായ പകല് പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇന്ന് ന്യൂസുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്, തെളിവുകളുണ്ട്. മൂന്നാമത്, രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയുമായിട്ട് വലിയൊരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് എംബസി ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇത് അവരുടെ വെബ്സൈറ്റിലിട്ടു. അപ്പോൾ വലിയ ചോദ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ, അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്, മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. ചോദ്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അത് നിരാകരിച്ചു കോൺഗ്രസ്. ഉടനെ തന്നെ ചൈനീസ് എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തു, ഈ പിക്ചറും എല്ലാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പറയുന്നത്, ഇപ്പോ നേരത്തെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഒരു പൊട്ടനാണെന്നുള്ള രീതിയിൽ. ഇപ്പൊ എനിക്കൊരാൾ അയച്ചതെന്നാണ് ഫ്രാൻസിൽ നിന്ന് പ്രൊഫസർ M. ജോൺ കാമിന്റെ ഒരു എക്സിലുള്ള കുറിപ്പ്. Those who thought he was naive and stupid should know that he is now most frustrated, cunning, ruthless and arrogant man without any ethics, principles or ideology, who can even sell his country for its desire to be a PM. ഇത് വിദേശത്തുള്ള ഈ എക്സ്പേർട്സ് വരെയും ഈ ഒരു കാഴ്ചപ്പാടാണ് പങ്കുവെക്കുന്നത്. അവിടെ നമ്മൾ പറയുന്നത്, ഈ അദ്ദേഹം അടിക്കടി രഹസ്യമായിട്ട് വിദേശ യാത്രകൾ നടത്തണു, പട്ടായയിൽ പോകണു, വിയറ്റ്നാമിൽ പോകണു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ക്രിറ്റിസിസം സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഇത് എല്ലാവരും പറയുന്ന പോലെ പട്ടായയിൽ പോകുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആൾക്കാർ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. പട്ടായയിലും വിയറ്റ്നാമിലും എല്ലാം സെക്യൂരിറ്റിയും എല്ലാം ഒഴിവാക്കി ആരും അറിയാതെ രഹസ്യമായിട്ട് പോകുന്നത് ഒരു ന്യൂട്രൽ വെന്യൂവിൽ വെച്ചിട്ട് ചൈനക്കാരുമായിട്ടും പാകിസ്ഥാനുകാരുമായിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ന്യായമായിട്ടും നമുക്ക് സംശയിക്കാം. അല്ലാതെ ഇദ്ദേഹം കല്യാണം കഴിക്കാത്തതുകൊണ്ട് അവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകണമെന്നുള്ള രീതിയിലുള്ള അപകടകരമായ ഒരു വശം കൂടിയുണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങ് നേരത്തെ ചർച്ചയിൽ പറയുകയുണ്ടായി, ശരിയായ സമയത്ത് ശരിയായി പറയേണ്ട കാര്യം പറയുന്നതാണ് ഒരു പക്വതയുള്ള പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പല അവസരങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഈ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ സംസാരിക്കുന്ന ഒരാളായി മാറുകയാണ്. അത് തിരുത്തപ്പെടേണ്ടേ? വളരെ ചുരുക്കി അങ്ങയുടെ മറുപടി. നീലിമ, നമുക്ക് രാഹുൽ ഗാന്ധിക്ക് മുൻപും പ്രതിപക്ഷ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്.
നമ്മുടെ വിദേശ നയം എന്ന് പറയുന്നത് ഒരു തുടർച്ച ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ വിദേശ നയമെന്നോ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിദേശ നയമെന്നോ എന്നില്ല, ഒരു നയത്തിൻ്റെ തുടർച്ച രാജ്യത്തിൻ്റെ വിദേശ നയമാണ്. വിദേശ നയ കാര്യങ്ങളിൽ പലപ്പോഴും പ്രതിപക്ഷം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്ന നിലപാടുകളുടെ ഒരു പിന്തുണയുമായി എൻഡോഴ്സ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അവിടെ രാജ്യം ഒറ്റക്കെട്ടാണ്, സൈന്യത്തിന് പിന്നിൽ രാജ്യം അണിനിരക്കുന്നു, ഗവൺമെൻറ് സൈന്യത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു, പ്രതിപക്ഷം അതിനെ വിമർശിക്കാറില്ല. പൊതുവെ അതാണ് ജനാധിപത്യത്തിലെ ഒരു മര്യാദ. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് രാജ്യത്തിൻ്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുന്നു. അതാദ്യമായിട്ടാണ്. മുൻപ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘം പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും കാണാത്ത രീതിയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് നേരെ പാർലമെൻറ്റിനുള്ളിലും പുറത്തും സംശയങ്ങൾ ഉന്നയിക്കുന്നു, വിമർശനങ്ങൾ നോക്കുന്നു. ഇതെല്ലാം അനുവദനീയ കാര്യമാണെങ്കിൽ പോലും അത് അഭികാമ്യമാണോ എന്ന ചോദ്യമാണ് ഒരുപക്ഷെ ഈ ചർച്ചയിൽ മുളച്ചു നിൽക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി ചോദ്യം ചോദിക്കുന്നു എന്നതിനെ തെറ്റായി കാണാനാവില്ല. പക്ഷേ ആ ചോദ്യം എപ്പോഴും ഭാരതത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് ഊർജം പകരുന്ന രീതിയിലാണ് എങ്കിൽ അത് തീർച്ചയായും അനഭിലഷണീയമാണ്.